എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പ്രധാനമായും പറയാൻ പോകുന്നത് സാധാരണയായി കച്ചവട സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ അക്കൗണ്ട്സ് മേഖലയിലും ഉപയോഗിക്കപ്പെടുന്ന രണ്ട് വാക്കുകളെക്കുറിച്ചാണ്. ഒന്നാമത്തത് ഡെറ്റർ, രണ്ടാമത്തത് ക്രെഡിറ്റർ. ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഡെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സ്ഥാപനം എന്തെങ്കിലും സാധനം ക്രെഡിറ്റ് സെയിൽസ് ചെയ്താൽ ഉണ്ടാകുന്ന ആ പ്രക്രിയക്കാണ് ഡെറ്റർ എന്ന് പറയുന്നത്. കടമായി എന്തെങ്കിലും സാധനം വിറ്റാൽ ആ കസ്റ്റമർ ഞങ്ങൾക്ക് തരാനുള്ള പൈസയാണ്, അതുപോലെ തന്നെ അയാളെയാണ് ഡെറ്റർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ക്രെഡിറ്റർ എന്നാൽ ആ കച്ചവട സ്ഥാപനത്തിലെ ആൾ എന്തെങ്കിലും സാധനം ക്രെഡിറ്റ് പർച്ചേസ് ചെയ്താൽ അഥവാ കടമായി എന്തെങ്കിലും സാധനം വാങ്ങിയാൽ ആ സാധനം വാങ്ങിയെടുത്ത് കൊടുക്കാനുള്ളതിനെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സാധനം വാങ്ങിയ എവിടെ നിന്നാണോ ആ സാധനം വാങ്ങിയത് അയാളെ പേരാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രണ്ട് തരത്തിലെ കസ്റ്റമർ ഉണ്ടാകും നമുക്ക്. ഒന്ന്, സാധനം വിറ്റാൽ അവിടുന്ന് കിട്ടാനുള്ളവ, അതുപോലെ നമ്മളെന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ അങ്ങോട്ട് കൊടുക്കാനുള്ളവ. ഇങ്ങനെയാണ് ഈ രണ്ട് വ്യത്യാസം വരുന്നത്. ഇത് സാധാരണയായി എല്ലാ കച്ചവട സ്ഥാപനത്തിലും ഉണ്ടാകുന്നൊരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് മേഖലയിലും ഈ വാക്കുകൾ പ്രധാനമായി ഉപയോഗിക്കുന്നുണ്ട്. ഡെറ്ററും ക്രെഡിറ്ററും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.